രണ്ടാമത് ലോക സാമൂഹിക വികസന ഉച്ചകോടി ദോഹയിൽ ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽത്താനി ഉദ്ഘാടനം ചെയ്തു. സുഡാനിലെ ആഭ്യന്തര കലാപം അവസാനിപ്പിക്കണമെന്നും ഐക്യവും പരമാധികാരവും സുരക്ഷയും ഉറപ്പാക്കുന്ന പരിഹാരത്തിലേക്കെത്തണമെന്നും ഖത്തർ അമീർ ആവശ്യപ്പെട്ടു. ആഗോള സാമൂഹ്യ സുരക്ഷയും ദാരിദ്ര്യ നിർമ്മാർജ്ജനവും ചർച്ച ചെയ്യുന്ന ലോക സാമൂഹ്യ സുരക്ഷാ ഉച്ചകോടിക്ക് ഇന്ന് രാവിലെയാണ് ഖത്തർ നാഷണൽ കൺവെൻഷൻ സെന്ററിൽ തുടക്കമായത്. യുഎന്നിന്റെ സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന 3 ദിവസത്തെ ഉച്ചകോടി വ്യാഴാഴ്ച സമാപിക്കും. 140 രാജ്യങ്ങളിൽ നിന്നുള്ള രാഷ്ട്രത്തലവന്മാരും മന്ത്രിമാരും നയതന്ത്ര വിദഗ്ധരും വിവിധ യുഎൻ ഏജൻസി പ്രതിനിധികളും ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നുണ്ട്. ഫലസ്തീൻ വിഷയത്തിൽ അന്താരാഷ്ട്ര സമൂഹത്തിന്റെ സഹകരണം ശക്തിപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട ഖത്തർ അമീർ സുഡാനിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ ഉടൻ അവസാനിപ്പിക്കണമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ ആവശ്യപ്പെട്ടു. 2 വർഷവും 6 മാസവും യുദ്ധത്തിന്റെ ഭീകരത അനുഭവിച്ചവരാണ് സുഡാൻ ജനതയെന്നും ഇത് അവസാനിപ്പിക്കേണ്ട സമയം അതിക്രമിച്ചുവെന്നും അമീർ പറഞ്ഞു. നീതി നടപ്പാക്കപ്പെടുകയും തങ്ങളുടെ ഭൂപ്രദേശങ്ങളിൽ ജനങ്ങൾക്കുള്ള ന്യായമായ അവകാശങ്ങൾ വിനിയോഗിക്കാൻ കഴിയുകയും ചെയ്യുന്നതുവരെ ഫലസ്തീൻ ജനതയ്ക്ക് പിന്തുണ നൽകാൻ അന്താരാഷ്ട്ര സമൂഹം തങ്ങളുടെ ശ്രമങ്ങൾ ഇരട്ടിയാക്കണമെന്നും അമീർ ആഹ്വാനം ചെയ്തു. ലോകസമ്പത്തിന്റെ പകുതിയോളം കൈവശം വെച്ചിരിക്കുന്നത് 1% വരുന്ന സമ്പന്നരാണെന്നും ഏകദേശം 700 ദശലക്ഷം ജനങ്ങൾ ഇപ്പോഴും കടുത്ത ദാരിദ്ര്യത്തിൽ കഴിയുന്നത് അംഗീകരിക്കാൻ കഴിയില്ലെന്നും മുഖ്യപ്രഭാഷണം നടത്തിയ യുഎൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ചൂണ്ടിക്കാട്ടി. ഏകദേശം 4 ബില്യൺ ആളുകൾ ഏതെങ്കിലും തരത്തിലുള്ള സാമൂഹിക സുരക്ഷ ലഭിക്കാത്തവരാണെന്നും അദ്ദേഹം പറഞ്ഞു. ദാരിദ്ര്യ നിർമ്മാർജ്ജനം, മാന്യമായ ജോലി, സാമൂഹ്യ സുരക്ഷ, ലിംഗസമത്വം, കാലാവസ്ഥാ വ്യതിയാനം തുടങ്ങി നിരവധി മേഖലകളിലെ വിഷയങ്ങളിൽ ലോകരാഷ്ട്രങ്ങളുടെ പ്രതിബദ്ധത ഉറപ്പാക്കാൻ ലക്ഷ്യമാക്കിയാണ് രണ്ടാമത് സാമൂഹ്യ സുരക്ഷാ ഉച്ചകോടി ദോഹയിൽ നടക്കുന്നത്. അൻവർ പാലേരി, 24 ദോഹ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.